കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. പ്രദോഷമാണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ പ്രദോഷം. ത്രയോദശി തിഥി ആരംഭിക്കുന്നത് 2026 ഏപ്രിൽ 28 സന്ധ്യയ്ക്ക് 6:51 മുതൽ 29 സന്ധ്യയ്ക്ക് 7:51 വരെയാണ്. അതുകൊണ്ട് തന്നെ സന്ധ്യാകാലത്ത് എപ്പോഴാണോ ത്രയോദശി തിഥി വരുന്നത് ആ ദിവസമാണ് നമ്മൾ പ്രദോഷമായി ആചരിക്കുന്നത്. ത്രയോദശി സന്ധ്യയ്ക്കാണ് പ്രാധാന്യം. ഇവിടെ സന്ധ്യാകാലത്തിൽ പൂജ നടത്താൻ പറ്റുന്ന രീതിയിൽ ത്രയോദശി തിഥി വന്നിരിക്കുന്നത് 28 ചൊവ്വാഴ്ചയാണ്. അതുകൊണ്ട് ഏപ്രിൽ 28 ചൊവ്വാഴ്ചയാണ് പ്രദോഷമായി ആചരിക്കുന്നത്. പ്രദോഷകാല പൂജാ സമയം എന്ന് പറയുന്നത് 6:51 മുതൽ 8:51 വരെയാണ് 28. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രദോഷത്തിന് ഭൗമ പ്രദോഷം എന്നാണ് പറയുന്നത്. പ്രദോഷം മഹാദേവ പ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ്. ചൊവ്വാഴ്ച വന്നിരിക്കുന്ന പ്രദോഷമായതുകൊണ്ട് തന്നെ ഭഗവാന് ചുവന്ന പൂക്കൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്, ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതുമൊക്കെ തന്നെ വളരെ ശ്രേഷ്ഠമാണ്. രോഗദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ഈ ദിവസം, അതായത് ചൊവ്വാഴ്ചയും പ്രദോഷവും വരുന്ന ദിവസം പ്രദോഷം അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. രോഗങ്ങൾ മാറാൻ ഏറ്റവും ഉത്തമമാണ് എന്നും പാപങ്ങൾ തീരുന്നതിന് ഏറ്റവും ഉത്തമമാണ് എന്നും വിശ്വസിക്കുന്നു. പ്രദോഷം മഹേശ്വര പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. പ്രദോഷ സന്ധ്യയ്ക്കാണ്, ത്രയോദശി സന്ധ്യാകാലത്തിനാണ് പ്രാധാന്യം. ത്രയോദശി സന്ധ്യാകാലത്ത് ആര് എവിടെ ഇരുന്ന് നമഃശിവായ മന്ത്രം ജപിക്കുന്നുവോ അവർക്ക് എല്ലാ ദേവതകളുടെയും അനുഗ്രഹം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. നടരാജ രൂപത്തിലാണ് പ്രദോഷ ദിവസം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, പാലാഴി മഥന സമയത്ത് മന്ധരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും സ്വീകരിച്ചുകൊണ്ട് ദേവന്മാരും അസുരന്മാരും പാലാഴി കടയുമ്പോൾ വാസുകി കാളകൂട വിഷം ഛർദ്ദിക്കുന്നു. ആ വിഷം താഴേക്ക് പതിച്ചാൽ 14 ലോകങ്ങൾക്കും ദുരിതമുണ്ടാകും, നശിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹേശ്വരൻ ആ കാളകൂട വിഷം തൻ്റെ തൃക്കൈയിൽ ഏറ്റുവാങ്ങുകയും പിന്നീട് അത് സ്വശരീരത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു. ആ വിഷം ഭഗവാന്റെ തിരുകണ്ഠത്തിൽ ഉറച്ചുപോയി എന്നാണ് വിശ്വാസം. വിഷമാണ് ഭക്ഷിച്ചത്, അതുകൊണ്ട് തന്നെ മഹേശ്വരന് ക്ഷീണമുണ്ടായി എന്നും പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് അദ്ദേഹം വിശ്രമിച്ചു എന്നും പറയുന്നുണ്ട്. ആ സമയത്ത് എല്ലാ ദേവന്മാരും അവിടെ കൂടി നിന്ന് മഹേശ്വരനെ പ്രാർത്ഥിച്ചു എന്നാണ് വിശ്വാസം. അവസാനം ഒരു ത്രയോദശി സന്ധ്യാവേളയിൽ ഭഗവാൻ മഹേശ്വരൻ ഉണർന്ന് എഴുന്നേൽക്കുകയും ദേവിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ആനന്ദ നടനം ആടി എന്നുമാണ് പറയുന്നത്. ആ സമയത്ത് സരസ്വതീ ദേവി വീണ മീട്ടിയെന്നും ഗന്ധർവന്മാർ പാട്ടുപാടിയെന്നും അപ്സരസുകൾ നൃത്തം ചെയ്തുവെന്നും വിശ്വസിക്കുന്നു. മഹേശ്വരൻ ആനന്ദ നടനമാടി പാർവതീദേവിയെ സന്തോഷിപ്പിച്ചു. നന്ദി ഭഗവാന്റെ കൊമ്പുകൾക്കിടയിലൂടെ ആനന്ദ നടനമാടി എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ത്രയോദശി സന്ധ്യാവേളയിൽ, അതായത് പ്രദോഷ ദിവസം സന്ധ്യാവേളയിൽ നമ്മൾ നടരാജ രൂപത്തിൽ മഹേശ്വരനെ പ്രാർത്ഥിക്കണം. ത്രയോദശി സന്ധ്യാവേളയിൽ ആര് എവിടെയിരുന്ന് നമഃശിവായ മന്ത്രം ജപിക്കുന്നുവോ അവിടെ മഹേശ്വരൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്നും സകല ദേവന്മാരുടെയും അനുഗ്രഹം നമുക്ക് ഉണ്ടാകുന്നു എന്നുമാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ദിവസം വളരെ പുണ്യകരമായി കണക്കാക്കുന്നു. ചൊവ്വാഴ്ചയും കൂടി വന്നതുകൊണ്ട് ഭൗമ പ്രദോഷം എന്ന് പറയുന്നുണ്ട്. ഭഗവാന് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നതും അതുപോലെ തന്നെ ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നമഃശിവായ മന്ത്രം ജപിക്കുന്നതും ശ്രേഷ്ഠമാണ് എന്നും രോഗങ്ങൾ മാറുന്നതിന് ഇത് ഉത്തമമാണ് എന്നും വിശ്വസിക്കുന്നു. ഇതാണ് പ്രദോഷത്തെപ്പറ്റി നമ്മൾ പ്രധാനമായും മനസ്സിലാക്കാനായിട്ടുള്ളത്. പ്രദോഷവ്രതം എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം എങ്ങനെയാണ്. രാവിലെ മുതൽ സന്ധ്യാകാലം വരെ സാധാരണ രീതിയിൽ നമ്മൾ ഉപവാസമാണ്. സന്ധ്യയ്ക്ക് ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം കരിക്ക് നൈവേദ്യമായി കൊടുത്ത് അത് സ്വീകരിച്ച് കരിക്കിൻ വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ പഴങ്ങൾ ഭഗവാനെ സമർപ്പിച്ച് അത് നൈവേദ്യമായി സ്വീകരിച്ച് നമ്മൾ കഴിക്കുകയും ചെയ്തതിനു ശേഷം നമ്മുടെ വ്രതം അവസാനിപ്പിക്കും. അതിനുശേഷം നമുക്ക് അരിഭക്ഷണം, ചോറ്, മോരെന്തെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ്.
ഉപവസിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് പാലും പഴങ്ങളും കഴിച്ചിരിക്കാം, പഴങ്ങൾ മാത്രം കഴിച്ചിരിക്കാം. നമ്മുടെ ഇഷ്ടം എങ്ങനെയാണോ നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ട് പോകാൻ പറ്റുന്നത് അതനുസരിച്ചിട്ട് ചെയ്യാം. പക്ഷേ പൊതുവെ ധാന്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാറില്ല. അതായത് റവ, ഗോതമ്പ്, റാഗി, അരി ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളും നമ്മൾ ഓട്സ് ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഉപയോഗിക്കാറില്ല. ഇവിടെ ഒരു സംശയം ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഏകാദശിയും പ്രദോഷവും കൂടി ഒരാൾക്ക് അനുഷ്ഠിക്കാൻ പറ്റുമോ എന്ന്. ഏകാദശി എടുക്കുന്നവർക്ക് ഏകാദശിയുടെ പാരണ വീടിയതിനു ശേഷം പ്രദോഷത്തിലേക്ക് കടക്കാം. അതായത് ഏകാദശി നമ്മൾ എടുക്കുന്നു, പിറ്റേ ദിവസം നമ്മൾ പ്രദോഷം വരികയാണെങ്കിൽ രാവിലെ ഏകാദശിയുടെ പാരണ കൃത്യസമയത്ത് തന്നെ വീടുക. അതിനുശേഷം മഹേശ്വരനോട് പ്രാർത്ഥിച്ച് പ്രദോഷം തുടങ്ങുക. അന്ന് രാവിലെ തീർത്ഥം സേവിച്ചു, അതുകൊണ്ട് എനിക്ക് ഉപവസിക്കാൻ സാധിക്കുകയില്ല എന്ന് വിശ്വസിക്കേണ്ട. ഏകാദശി പൂർണ്ണമാകണമെങ്കിൽ പാരണ വീടണം. ഇത് രണ്ടും രണ്ട് വ്രതമാണ്. പാരണ വീടിക്കഴിഞ്ഞാൽ പിന്നെ ഏകാദശി ഇല്ല. പിന്നീട് നിങ്ങൾക്ക് പ്രദോഷത്തിലേക്ക് കടക്കാം. അല്ലാതെ പാരണ വീടാതെ പ്രദോഷത്തിലേക്ക് പോകാൻ പാടില്ല. ഞാൻ പിന്നീട് ഉപവസിച്ചിട്ടാണ് ഏകാദശി എടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ പോലും തീർത്ഥം സേവിക്കാം. തീർത്ഥം സേവിച്ച് മഹാവിഷ്ണുവിന് ഏകാദശി സമർപ്പിച്ചതിനു ശേഷം പിന്നീട് നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് പ്രദോഷത്തിലേക്ക് കടക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പരമാവധി സമയം പ്രദോഷ ദിവസം നമഃശിവായ മന്ത്രം ജപിക്കുകയും മഹേശ്വരനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ശിവക്ഷേത്ര ദർശനം നടത്തുന്ന എല്ലാവരും മഹാദേവൻ തിരുവാതിര എന്ന പേരിൽ കൂടി ഒരു അർച്ചനയ്ക്ക് രസീത് എഴുതുക. അല്ലെങ്കിൽ ഒരു ധാര കഴിപ്പിക്കുന്നുണ്ടെങ്കിൽ, ധാരയാണ് ഏറ്റവും ശ്രേഷ്ഠം. ജലധാര അങ്ങേറ്റവും ശ്രേഷ്ഠമാണ്. ജലധാരയ്ക്ക് 10 രൂപയൊക്കെ ഉള്ളൂ. ജലധാര എഴുതിപ്പിക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെയും പേരും നാളും പറഞ്ഞ് അർച്ചനയും ധാരയും ഒക്കെ കഴിപ്പിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ മഹേശ്വരൻ തിരുവാതിര എന്ന് പറഞ്ഞ് ഒരു ധാര കൂടി എഴുതിപ്പിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. മഹാദേവൻ്റെ പേരിൽ അർച്ചന കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ഓരോരുത്തരുടെയും പേരിൽ കഴിക്കണമെന്ന് പോലുമില്ല. അവിടെ ശ്രദ്ധിക്കാനുള്ളത്, ദേവിക്ക് വിളക്ക് കൂടി തെളിയിക്കാൻ ശ്രദ്ധിക്കുക. മഹാദേവന് നമ്മൾ വഴിപാടുകൾ സമർപ്പിക്കുമ്പോൾ മഹാദേവൻ്റെ പുറകുഭാഗത്തായി ആരുണ്ട്? ദേവിയുണ്ട്. ദേവിക്കും കൂടി അല്പം എണ്ണ മേടിച്ച് വിളക്ക് തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രദോഷത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. സന്ധ്യാപ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം. സന്ധ്യാസമയത്ത് ശിവക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ വളരെ ഉത്തമമാണ്. ചൊവ്വാഴ്ച കൂടി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ രോഗങ്ങൾ മാറുന്നതിന് ചൊവ്വാഗ്രഹത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടി ലഭിക്കും. ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രത്യേകമായ അനുഗ്രഹം കൂടി ചൊവ്വാഴ്ച ദിവസം നമ്മൾ പ്രദോഷം ആചരിക്കുമ്പോൾ ലഭിക്കുന്നതാണ്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന പ്രദോഷമാണ് വരാൻ പോകുന്നത്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ പ്രദോഷം 2026 ഏപ്രിൽ 28 ചൊവ്വാഴ്ച. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.